ഹൃദയാഘാതം സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുൻപേ ശരീരം ഇത് സംബന്ധിച്ച ചില അപായ സൂചനകൾ നൽകുന്നുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ഇത്തരം നിശബ്ദ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് വലിയൊരു അപകടം തടയാൻ നമ്മെ സഹായിക്കും. ഹൃദയാഘാതം സംഭവിക്കുന്നതിന് മുൻപ് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. കഠിനമായ ജോലികളൊന്നും ചെയ്യാതെ തന്നെ വല്ലാത്ത തളർച്ച അനുഭവപ്പെടുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. ഹൃദയത്തിന് ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ കൂടുതൽ ആയാസം വേണ്ടിവരുമ്പോൾ മറ്റ് അവയവങ്ങളിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം കുറയുകയും ശരീരം പെട്ടെന്ന് തളരുകയും ചെയ്യുന്നു. ഇത് സാധാരണ ഉണ്ടാകുന്ന ക്ഷീണമല്ല, മറിച്ച് കൈകാലുകൾ ഉയർത്താൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന വിധത്തിലുള്ള കടുത്ത തളർച്ചയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം അകാരണമായ ക്ഷീണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നടക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ അസാധാരണമായി ശ്വാസം മുട്ടുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതിന്റെ സൂചനയാണ്. ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തുന്നതിൽ തടസ്സം നേരിടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വിശ്രമിക്കുമ്പോൾ പോലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണണം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാത്തവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ശ്വാസം മുട്ടൽ ഹൃദയസ്തംഭനത്തിന്റെ പ്രധാന ലക്ഷണമാകാം. പലപ്പോഴും ഹൃദയാഘാത ലക്ഷണങ്ങളെ വെറും ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. വയറിന്റെ മുകൾ ഭാഗത്ത് അനുഭവപ്പെടുന്ന അസ്വസ്ഥത, നെഞ്ചരിച്ചൽ, ഓക്കാനം എന്നിവ ഹൃദയാഘാതത്തിന് മുൻപ് പ്രകടമാകാറുണ്ട്. സാധാരണ ഉണ്ടാകാറുള്ള അസിഡിറ്റി മരുന്നുകൾ കഴിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ ഉടൻ ഒരു പരിശോധന നടത്തുന്നത് ഉചിതമാണ്. ഹൃദയത്തിന്റെ താഴ്ഭാഗത്തെ ധമനികളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ പലപ്പോഴും ദഹന പ്രശ്നങ്ങളായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. നെഞ്ചിൽ മാത്രം വേദന ഉണ്ടാകണമെന്നില്ല. താടിയെല്ല്, കഴുത്ത്, പുറംഭാഗം, ഇടത് കൈ അല്ലെങ്കിൽ രണ്ട് കൈകൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണമായ വേദനയോ ഭാരമോ ഹൃദയത്തിൽ നിന്നുള്ള മുന്നറിയിപ്പായിരിക്കാം. ഇത്തരം വേദനകൾ വരികയും പോവുകയും ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ അവഗണിക്കാറുമുണ്ട്. എന്നാൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും അകാരണമായ വേദനയോ വലിച്ചിലോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഹൃദയം തരുന്ന ഒരു മുന്നറിയിപ്പായും കരുതണം. അമിതമായ ചൂടോ വ്യായാമമോ ഇല്ലാതെ തന്നെ ശരീരം പെട്ടെന്ന് വിയർക്കുന്നത് ഹൃദയത്തിന്റെ തകരാറുകൾ മൂലമാകാം. ചർമ്മം തണുത്ത് വിയർക്കുന്ന അവസ്ഥ ഹൃദയാഘാതത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. രാത്രിയിൽ എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറിയിൽ പോലും അമിതമായി വിയർത്ത് ഉണരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഹൃദയത്തിന് കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. രക്തസമ്മർദ്ദത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം കാരണം തലകറക്കമോ കണ്ണിൽ ഇരുട്ട് കയറുന്നതോ പോലെ തോന്നാം. ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതാണ് ഇതിന് കാരണം. ഇതിനൊപ്പം ഹൃദയമിടിപ്പിൽ ഉണ്ടാകുന്ന താളപ്പിഴകളും ശ്രദ്ധിക്കണം. ഹൃദയമിടിപ്പ് അകാരണമായി കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അപകട സൂചനയാണ്. ഇതുകൂടാതെ പ്രമേഹ രോഗികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പലപ്പോഴും ഇവർക്ക് വേദന അനുഭവപ്പെടാത്ത സൈലന്റ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നേരിയ രീതിയിലുള്ള കിതപ്പോ പെട്ടെന്നുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതയോ പോലും ഇവർ നിസ്സാരമായി കാണരുത്. ഹൃദയാഘാതം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണെന്ന് കരുതരുത്. മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയോ ഇടയ്ക്കിടെ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കണ്ട് പരിശോധന നടത്തുക. ECG, ട്രെഡ്മിൽ ടെസ്റ്റ് തുടങ്ങിയ ലളിതമായ പരിശോധനകളിലൂടെ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. കൃത്യസമയത്തുള്ള രോഗനിർണയം നിങ്ങളുടെ ജീവൻ രക്ഷിക്കും.